ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു ചെന്നൈ യാത്ര. അങ്ങനെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ചെന്നൈയിൽ. അങ്ങനെ പോകാനൊരു അവസരം കിട്ടി. ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 126-96 MGR സെൻട്രൽ ട്രെയിനിൽ കയറി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നല്ല തിക്കും തിരക്കുമുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നു. അടുത്ത ദിവസമാണ് കല്യാണം. അതുകൊണ്ട് ഞങ്ങൾ ചെന്നൈ എല്ലാം ഒന്ന് കറങ്ങി കാണാനായി തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ഓട്ടോയ്ക്ക് കയറി 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം കല്യാണ വീട്ടിലെത്താൻ. അങ്ങനെ ഞങ്ങൾ കൊട്ടിവാക്കം കടപ്പുറത്തെത്തി. കുറച്ച് സമയം കടപ്പുറം കാഴ്ചകളെല്ലാം കാണാനായി അവിടെ നിന്നു. ഞങ്ങളുടെ ബന്ധു കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒപ്പം കുറച്ചധികം സമയം കടപ്പുറത്ത് ചിലവഴിച്ചു. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു കടപ്പുറം. ധാരാളം ആൾക്കാർ അവിടെ വരുന്നതും പോകുന്നതും ആയ കാഴ്ച കാണാമായിരുന്നു. അവിടെ കുതിര സവാരിയും ഉണ്ട്. നല്ല തണൽ മരങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പീഠങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ കടൽക്കരയിൽ നിൽക്കുന്ന കാഴ്ച കാണാം. കുറച്ച് പേര് ഈ സീറ്റുകളിലിരുന്ന് കാറ്റ് കൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാനായി കഴിഞ്ഞു. ഞങ്ങളും കുറേ അധിക സമയം കടൽക്കരയിലും കടലിൻ്റെ കരയിൽ വെള്ളത്തിലും ഇറങ്ങി നിന്ന് ഫോട്ടോസെല്ലാം എടുത്ത് കടൽക്കാറ്റും കൊണ്ട് കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം കരയിൽ ഒരുക്കിയിട്ടുള്ള പീഠങ്ങളിൽ പോയി കുറേ അധികം സമയം ഞങ്ങൾ ചിലവഴിച്ചു. അവിടെ കച്ചവട കാഴ്ചകളെല്ലാം ഉണ്ട്. ഐസ്ക്രീം, കടല എല്ലാം വാങ്ങാനായി കിട്ടും. ഇതെല്ലാം വാങ്ങി കഴിച്ചു. കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തിരുവാൻമൂർ ജംഗ്ഷൻ വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരുവാൻമൂർ ജംഗ്ഷനിലോട്ട് പുറപ്പെട്ടു. തിരുവാൻമൂർ ജംഗ്ഷനിലെത്തി. അവിടെ ഒരു പൂക്കാരിയെ കണ്ടു. അവിടെ ഇറങ്ങി അടുത്ത ദിവസത്തേക്ക് ആവശ്യമായ പൂക്കളെല്ലാം വാങ്ങി. റോഡ് മുറിച്ച് കടന്നു വേണം. അപ്പുറത്ത് കോട്ടൺ ഹൗസിലാണ് നമ്മൾ പോയത്. എത്താനായിട്ട് നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടൺ ഹൗസിൽ കയറി. ഏത് വിലയ്ക്കും പറ്റിയ എല്ലാവിധ ഡ്രസ്സുകളും ഉള്ള ഒരു കടയാണ് ഈ കോട്ടൺ ഹൗസ്. അവിടെ കയറി ഞങ്ങൾ സാരി വാങ്ങി. സാരി നോക്കി. കുഴപ്പമില്ല, അത്യാവശ്യം നമ്മുടെ ഇവിടത്തേക്കാളും വില കുറവുണ്ട്. സാരി വാങ്ങി. അവിടെ നിന്ന് ഞങ്ങൾക്ക് 1-2 ഷർട്ടുകൾ നോക്കണമായിരുന്നു. ഞങ്ങൾ അടുത്ത ഷോപ്പിൽ കയറി. അവരുടെ തന്നെ ഷോപ്പാണ്. അവിടെ നിന്ന് ഷർട്ടുകളെടുത്തു. തിരിച്ച് ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. അവിടെ പയ്യന് പൊട്ട് വയ്ക്കുന്ന ചടങ്ങായിരുന്നു. അതിൽ പങ്കുകൊണ്ടു. 1 മണിക്കൂറോളം അവരുടെ ചടങ്ങ് നീണ്ടു നിന്നു. ഞാനും അതിൽ പങ്കുകൊണ്ടു. പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരങ്ങൾ നൽകി. അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ 6:45 മണിക്ക് അവിടുത്തെ തന്നെ അറിയപ്പെടുന്ന ശിവക്ഷേത്രമായ ശ്രീ മുരന്തീശ്വര ശിവക്ഷേത്രത്തിൽ അവരുടെ കല്യാണമാണ്. രാവിലെ ഞങ്ങൾ അവരുടെ കല്യാണത്തിനും പങ്കെടുത്തു. അതിനകത്ത് ഉപദേവതകളായ ശ്രീ ഗണപതി, ശ്രീ മുരുക ഭഗവാൻ, ത്രിപുരസുന്ദരി, ഈ ഉപദേവതകളെല്ലാം തൊഴുതു. അതിനുശേഷം മെയിൻ നടയായ ശിവക്ഷേത്രത്തിലെത്തി. അവിടെ ദീപാരാധന സമയമായിരുന്നതുകൊണ്ട് അടച്ചിരുന്നു. കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു. ദീപാരാധനയിൽ പങ്കെടുത്തു. അതിനകത്ത് ധാരാളം ശിവലിംഗ പ്രതിഷ്ഠകൾ കാണാനായി കഴിഞ്ഞു. അതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങളവിടെ ഫോട്ടോസൊന്നും എടുത്തില്ല. ആ അമ്പലം വലം വെച്ചു ചുറ്റിക്കറങ്ങി തൊഴുതു. കുറച്ചധികം സമയം അമ്പലത്തിൽ ചിലവഴിച്ചു. അതിനുശേഷം അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം തിരിച്ച് വീണ്ടും അമ്പലത്തിൻ്റെ ഒരു സൈഡിലും അവിടെ ഒരു മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അവിടെയും 2 മണിക്കൂറോളം ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അതിലെല്ലാം പങ്കുകൊണ്ടു. ഒരു കല്യാണമല്ല, 4-5 കല്യാണങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള അമ്പലമാണ്.
അങ്ങനെ അമ്പല കാഴ്ചകളെല്ലാം കണ്ട് കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചു. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഗോപുരങ്ങൾ 2 സൈഡും ഫ്രണ്ടിലും ബാക്കിലും വലിയ ഗോപുരങ്ങളാണ്. അപ്പോൾ അതിപുരാതനമായ അമ്പലമായതുകൊണ്ട് തന്നെ ധാരാളം കൊത്തുപണികളുണ്ട്. ഇതെല്ലാം നോക്കി കുറേ നേരം അതെല്ലാം മനസ്സിലാക്കി കണ്ടു. അമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഈ ഗോപുരത്തിനകത്തായി ധാരാളം ചിത്രപ്പണികൾ കാണാം. നല്ല പെയിൻറ്റിങ്ങിലുള്ള ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ആ കാഴ്ചയും കാണാനായി അതിമനോഹരമാണ്. അതിൻ്റെ ഫോട്ടോസെല്ലാം എടുത്തു. അങ്ങനെ അമ്പലത്തിൽ നിന്നും നമ്മൾ വീണ്ടും മടക്കയാത്രയാണ്. വൈകുന്നേരം അവരുടെ റിസപ്ഷനാണ്. അപ്പോൾ അതിൽ കൂടെ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അവരുടെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കൊട്ടിവാക്കം കടപ്പുറത്ത് നിന്നും പാലവക്കം കടപ്പുറം വരെ കാണാനായി പോയി. നല്ല രസകരമായിരുന്നു. കടൽക്കരയിലൂടെയുള്ള 2-3 കിലോമീറ്ററോളം ഉള്ള യാത്ര. പോകുന്ന വഴിയിൽ അവർ മീൻ പിടിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം കാണാനായി സാധിച്ചു. നമ്മുടെ നാട്ടിലെ മീനുകളുടെ പേരും വിലയും ഇവരുടെ നാട്ടിലെയും നമ്മൾ നോക്കിയെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ കടൽക്കരയിലൂടെ നടന്ന് ഞങ്ങൾ പാലവക്കം കടപ്പുറം ബീച്ചിലെത്തി. ഈ കടപ്പുറം ബീച്ചിൽ തണൽ മരങ്ങൾ അധികമില്ല, ധാരാളം ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളും കടൽക്കരയിലൂടെ നടന്ന് ആ ഇരിപ്പിടത്തിൽ പോയി കുറച്ച് സമയം ഇരുന്ന് കടൽ കാഴ്ചകളെല്ലാം കണ്ട് കുറേ അധികം സമയം ഇരിപ്പിടത്തിരുന്നു. കുറേ 4 മണിയേ ആയുള്ളൂ. ഇത്തിരി ആൾക്കാർ വരുന്നതും പോകുന്നതും കാണാമായിരുന്നു. ഞങ്ങൾ വീണ്ടും അവിടെ കൂടെ നടന്നു ഒരു ടീ ഷോപ്പിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കോഫി കുടിച്ചു. നല്ല കോഫിയായിരുന്നു. കോഫി കുടിയെല്ലാം കഴിഞ്ഞു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും അവിടുത്തെ കടപ്പുറം കാഴ്ചയ്ക്കായി ഞങ്ങൾ ഇറങ്ങി. ധാരാളം പശുക്കളെ അഴിച്ചു വിട്ടിരിക്കുന്ന പശുക്കളെ കാണാനായി കഴിഞ്ഞു. നമ്മളെ നാട്ടിൽ പുല്ല് മേയുന്നത് പോലെ അവർ കടപ്പുറത്തൂടെ പശുക്കളെ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി കഴിഞ്ഞത്. കുറച്ചധികം പേര് വല നേർക്കുന്ന കാഴ്ച കാണാം. ഞങ്ങളങ്ങനെ കടപ്പുറം കാഴ്ചകൾ കണ്ടു. തിരമാലകൾ വരുന്ന കാഴ്ച നല്ല രസകരമാണ് എപ്പോഴും കടപ്പുറം കാഴ്ച. അത് കണ്ട് കുറേ നേരം അവിടെ നിന്നു. കരയിലൊരു വള്ളം കിടക്കുന്നത് കണ്ടു. നമ്മൾ വെള്ളത്തിൻ്റെ കരയിലും വെള്ളത്തിനകത്തും കയറിയിരുന്ന് ധാരാളം ഫോട്ടോസെല്ലാം എടുത്തു. ആ കാഴ്ചയും നല്ല രസകരമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് റിസപ്ഷന് പങ്കെടുക്കണം. അങ്ങനെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. വരുന്ന വഴിക്ക് കുറേ സ്ത്രീകളിരുന്ന് നമ്മുടെ നാട്ടിലെ ചെസ്സ് കളിക്കുന്ന മാതിരി എന്തോ ഇരുന്ന് കളിക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു. അവരോട് നമ്മൾ ആ കളിയെക്കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അവരുടെ ഒരു മാനസിക ഉല്ലാസമാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇരുന്ന് കളിക്കുന്നത്. ആ കാഴ്ച നമുക്കും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ച് ഞങ്ങൾ റിസപ്ഷന് പങ്കെടുക്കാനായി എത്തി. ചെണ്ടമേളത്തോടെ വാദ്യഘോഷത്തോടു കൂടിയാണ് പയ്യനെയും പെണ്ണിനെയും എതിരേൽക്കുന്നത്. നല്ല തിരക്കാണ്. 7 മണിക്ക് തുടങ്ങിയ റിസപ്ഷൻ 12 മണിയോളം നീണ്ടു നിന്നു. ആൾക്കാർ വരുന്നു, പോകുന്നു, ഫുഡ് കഴിക്കുന്നു. നല്ല തിരക്ക്. പലവിധ പാർട്ടിക്കാരും വരുന്നു. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഞങ്ങൾ ഏകദേശം റിസപ്ഷൻ തീരുന്നത് വരെ അവിടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തി. ഞങ്ങൾ എഗ്മോറിൽ നിന്നും 5 മണിയുടെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി വീട്ടിലോട്ട് മടക്കയാത്ര ആരംഭിച്ചു. വന്ദേ ഭാരത് ട്രെയിനിൽ 8 മണിക്കൂർ ഇരുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. നല്ല രസകരമായിരുന്നു വന്ദേ ഭാരതിലെ യാത്ര. അതിലെ ഫുഡും വളരെ നല്ലതായിരുന്നു. കോഫി, ഇഡലി, ചോറ് എല്ലാം നല്ല കാഴ്ചകളായിരുന്നു. ആ ഫുഡെല്ലാം ഞങ്ങളിതിൽ ചിത്രം ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നേർക്കാഴ്ചയായി കാണാവും.